മുനമ്പം വഖഫ് ഭൂമി വിഷയത്തിൽ യുഡിഎഫിലും മുസ്ലിം ലീഗിലും അഭിപ്രായ ഐക്യമില്ലാതായതോടെ മുസ്ലിം ലീഗ് പ്രതിസന്ധിയിൽ. മുനമ്പം വിഷയത്തിൽ പരസ്യ പ്രതികരണം വേണ്ടെന്ന് നേതാക്കൾക്കും പ്രവർത്തകർക്കും സാദിഖ് അലി ശിഹാബ് തങ്ങൾ നിർദ്ദേശം നൽകി. മുനമ്പത്തേത് വഖഫ് ഭൂമിയാണെന്ന മുസ്ലിം ലീഗിന്റെ അഭിപ്രായം യുഡിഎഫിന്റെ കെട്ടുറപ്പിനെ ബാധിക്കുമെന്നാണ് കോൺഗ്രസ് നിലപാട്. മുനമ്പം വഖഫ് ഭൂമിയല്ലെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആവർത്തിച്ചു പറഞ്ഞതോടെയാണ് മുസ്ലിം ലീഗ് കുഴപ്പത്തിലായത്. പലരും ഇത് പഠിക്കുന്നില്ല, പഠിക്കാതെയും കാര്യങ്ങൾ മനസ്സിലാക്കാതെയും ഇതിൻ്റെ പഴയ കാര്യങ്ങൾ നോക്കാതെ ഞങ്ങൾ വളരെ വിശദമായി വിദഗ്ധരായ നിയമപണ്ഡിതന്മാരെ കൂടി ഇരുത്തി പഠിച്ചിട്ടാണ് ഞങ്ങളെല്ലാവരും ചേർന്നൊരു അഭിപ്രായം പറഞ്ഞത്. പിന്നെ അതിൻ്റെ ഇടയിൽ ഓരോരുത്തരും അഭിപ്രായം പറയുമ്പോൾ നമ്മളതിന് മറുപടി പറയാൻ പോകണ്ട. എന്താണെന്നറിയോ, നമുക്കൊരു ലക്ഷ്യമുണ്ട് ഇക്കാര്യത്തിൽ. തുടർന്നാണ് മുനമ്പത്തേത് വഖഫ് ഭൂമിയാണെന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം കെ എം ഷാജിയും പിന്നാലെ ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി, ഓർഗനൈസിംഗ് സെക്രട്ടറി ഇ ടി മുഹമ്മദ് ബഷീർ, പ്രസിഡന്റ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ തുടങ്ങിയവർക്ക് നിലപാട് വ്യക്തമാക്കേണ്ടി വന്നത്. ഇ ടിയുടെ പ്രസ്താവന പ്രതിപക്ഷ നേതാവിനെ ചൊടിപ്പിച്ചു. പ്രതിപക്ഷ നേതാവ് ആരായിരുന്നാലും പ്രതിപക്ഷ നേതാവെന്നല്ല, ഞങ്ങൾക്കുള്ള സമീപന രീതി ഇതാണ്. പ്രതിപക്ഷ നേതാവെന്ന് മാത്രമല്ല, ആരായിരുന്നാലും ഇത് വഖഫ് സ്വത്തല്ല എന്ന് പറയുന്നത് ശരിയല്ലെന്നാണ് ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത്. മുസ്ലിം ലീഗ് നിലപാട് യുഡിഎഫിന്റെ കെട്ടുറപ്പിനെ ബാധിക്കുമെന്നും തെക്കൻ കേരളത്തിൽ തിരിച്ചടിയുണ്ടാക്കുമെന്നുമാണ് കോൺഗ്രസ് നേതാക്കളുടെ വിലയിരുത്തൽ. ഇതറിയിച്ചതോടെയാണ് പരസ്യ പ്രസ്താവനയ്ക്ക് മുസ്ലിം ലീഗ് വിലക്കേർപ്പെടുത്തിയത്. കാരണം മുസ്ലിം ലീഗിൻ്റെ ഒരു പ്രാതിനിധ്യം അതാണത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ വിഷയത്തിൽ ഒരു തീരുമാനം നേരത്തെ തന്നെ ലീഗ് എടുത്തിട്ടുണ്ട്. അത് തന്നെയാണ് മുസ്ലിം ലീഗ് തീരുമാനം. അതല്ലാത്ത അഭിപ്രായങ്ങളൊന്നും മുസ്ലിം ലീഗിൻ്റെ അഭിപ്രായമല്ല. ഇനി ഈ കാര്യത്തിൽ മറ്റൊരു പ്രതികരണവും മുസ്ലിം ലീഗിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയില്ല. മുസ്ലിം സംഘടനകളെ കേൾക്കാതിരിക്കാൻ മുസ്ലിം ലീഗിനുമാവില്ല. ഇതോടെ മുനമ്പം വിഷയം യുഡിഎഫിൽ മുസ്ലിം ലീഗ് കോൺഗ്രസ് തർക്കത്തിനു കൂടി വഴി തുറന്നു കഴിഞ്ഞു. കൈരളി ന്യൂസ്, മലപ്പുറം.